ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ മുതൽ നല്ല മഴയായതുകൊണ്ട് തന്നെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വീട്ടിൽ വെറുതെ ഇരുന്നൊരു വീക്കെൻഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം മഴയൊക്കെ കുറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ ചങ്ങരകുളം വരെ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മൾ ആദ്യം കയറുന്നത് സ്റ്റുഡിയോയിലാണ്. വെറുതെ നമ്മളൊന്ന് ജസ്റ്റ് കയറിയെന്ന് മാത്രം. നമുക്ക് അവിടുത്തെ കളക്ഷൻസ് ഒന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും എടുക്കാതെ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ നെക്സ്റ്റ് പ്ലാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മൂവിക്ക് പോയാലോ എന്നൊരു ഐഡിയ വന്നത്. അപ്പോൾ ടിക്കറ്റ് നമ്മൾ നേരത്തെ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ പോയി നോക്കി എന്താണ് ടിക്കറ്റ് ഉണ്ടോ, മൂവീസൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അങ്ങനെ സൂക്ഷ്മദർശിനിക്ക് നമ്മൾ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടിക്കറ്റ് ചോദിച്ചപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി. പക്ഷേ ആദ്യം തന്നെ നമ്മൾ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഫ്രണ്ട് സീറ്റിലാണ് കേട്ടോ, ഫ്രണ്ട് റോയിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്നാലും വേണ്ടില്ല, എന്തായാലും എടുത്തു. അങ്ങനെ ഞങ്ങളിതാ തിയേറ്ററിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് മുന്നേ ഒക്കെ തന്നെയാണ് ഞങ്ങളവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങളങ്ങനെ കയറുകയാണ് കേട്ടോ. എൻ്റെ ഇടയിൽ എൻ്റെ കമ്മൽ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു. അതങ്ങനെ ശരിയാക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഫാമിലീസ് ആയിരുന്നു അധികം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫസ്റ്റിൽ നമ്മുടെ മാർക്കോ മൂവിയുടെ ട്രെയിലറാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അടുത്ത് തന്നെ അത് റിലീസ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കൊട്ടും താല്പര്യമില്ല ഈ വയലൻസ് മൂവി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് പോകുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെ മാർക്കോ മൂവിയുടെ ട്രെയിലറൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മൂവി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നല്ല മൂവിയാണ് കേട്ടോ, നല്ല അടിപൊളി മൂവിയാണ്. എല്ലാവരും മസ്റ്റ് വാച്ചാണ്. അപ്പോൾ അത്രയും നല്ല മൂവിയാണ്. കാരണം നസ്രി ഒരുപാട് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നസ്രിയ തിരിച്ചു വന്നൊരു മൂവിയാണ്. അങ്ങനെ ഞങ്ങളത് ആ മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇൻ്റർവെൽ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ ഇൻ്റർവെല്ലായി. അങ്ങനെ കുറേ പറഞ്ഞിട്ട് നമ്മൾ പോപ്കോണൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു പോപ്കോൺ അഡിക്റ്റാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളത് പോപ്കോണൊക്കെ മേടിച്ചു. അങ്ങനെ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ ഞാനൊന്നല്ല കേട്ടോ കഴിച്ചത്, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് തന്നെയാണ് അത് കഴിച്ച് തീർത്തത്. നിങ്ങളത് കാണുമ്പോൾ വിചാരിക്കും ഇത് മൊത്തം ഞാനാണ് കഴിച്ചതെന്ന്. ഒരിക്കലും അല്ല, ഇതിന് പിന്നിൽ വേറെ 2 കറുത്ത കരങ്ങൾ കൂടിയുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോപ്കോണൊക്കെ കഴിച്ചിട്ട് അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ വീഡിയോസൊന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ